നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നിന്ന് നടക്കുന്ന ഒരു വാർത്ത. തിരുവനന്തപുരത്ത് കമ്പിപ്പാര കൊണ്ട് അച്ഛൻ മകന്റെ തലയ്ക്കടിച്ചു. ഹൃദിക്കിനെയാണ് അച്ഛൻ മർദ്ദിച്ചത്. അച്ഛൻ വിനയാനന്ദനെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. സുഹൃത്തിന്റെ പരാതിയിലാണ് കേസ്. ആഡംബര കാറിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മകൻ ഹൃത്തിക്കിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആഡംബര കാർ വാങ്ങി നൽകാത്തതിന്റെ പേരിലുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് നയിക്കപ്പെട്ടത്. ഈ മകൻ ഹൃദിക്കിന് ഒരു ബൈക്ക് വാങ്ങി നൽകിയിരുന്നു. അതിന് പിന്നാലെ ആഡംബര കാർ കൂടി വേണമെന്ന് ഈ മകൻ മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നു. പക്ഷെ അത്രയ്ക്കുള്ള ഒരു സാമ്പത്തികം വീട്ടുകാർക്കുണ്ടായില്ല. അത് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശ്രമം പരാജയപ്പെട്ടു. പിന്നാലെ അതിന്റെ പേരിൽ വഴക്കുണ്ടാകുന്നു. ആ വഴക്കാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റു. മകന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. 28 വയസ്സുകാരനാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലായിരിക്കുന്നത്. സംഭവത്തിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. പരിക്കേറ്റ ഹൃദിക്കിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിലാണ് ഇപ്പോൾ ഹൃദിക്ക് ചികിത്സയിലായിരിക്കുന്നത്. എന്തായാലും സംഭവത്തിന് പിന്നാലെ വിനയാനന്ദ് ഒളിവിൽ പോയി എന്നാണ് വിവരം. വിനയാനന്ദനെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. മകൻ ആഡംബര കാർ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ലക്ഷങ്ങൾ വില വരുന്ന ബൈക്ക് വിനയാനന്ദൻ മകന് വാങ്ങിക്കൊടുത്തിരുന്നു. ആഡംബര കാർ കൂടി ഇതിന്റെ കൂട്ടത്ത് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള വാക്ക് തർക്കത്തിനിടെ മകൻ പിതാവിനെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് പ്രകോപിതനായ പിതാവ് കമ്പിപ്പാര ഉപയോഗിച്ച് മകനെ തിരിച്ചാക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അതിക്രൂരമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. ഈ ഒരു ആഡംബര ജീവിതം നയിക്കാനായിരുന്നു ഹൃദിക് ആഗ്രഹിച്ചതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കുടുംബത്തിന്റെ സാമ്പത്തിക ശേഷി കൂടി നോക്കാതെയായിരുന്നു ഹൃദിക്കിന്റെ ആവശ്യങ്ങൾ. അതിന്റെ പേരിലുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കൊടും ക്രൂരതയിലേക്ക് നയിക്കപ്പെട്ടത്. പിതാവ് ഒളിവിലെന്നാണ് വിവരം. തീർച്ചയായിട്ടും പിതാവിനെ പിടികൂടേണ്ടതായിട്ടുള്ള സാഹചര്യത്തിൽ ചെയ്തു പോയതാണ്. മകൻ ചികിത്സയിലാണ്. വളരെ ദുഃഖകരമായ സംഭവം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ മറ്റൊരു സംഭവം കൂടി. SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവം വളരെ ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം കേരള വാർത്ത അറിഞ്ഞത്. കരകുളം സ്വദേശികളാണ് മരിച്ചത്. വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമാണ് ഇവരുടേതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 1 വർഷത്തോളമായി ചികിത്സയിലായിരുന്നു ജയന്തി. ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്തിരുന്നു. അതിനിടെ കയ്യിൽ ട്യൂബിട്ടതിൽ അണുബാധ ഉണ്ടായതായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയയും വേണ്ടി വന്നു. ഒക്ടോബർ 1 ആശുപത്രിയിൽ അഡ്മിറ്റായി 5-ാം തീയതിയായിരുന്നു ശസ്ത്രക്രിയ. 2 ശസ്ത്രക്രിയകൾ കൂടി വേണ്ടിവരുമെന്ന് അറിയിച്ചിരുന്നു. ചികിത്സാ ചെലവുകൾ ഏറിയതോടെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആശാരി പണികൾ ചെയ്തിരുന്ന ഭാസുരാംഗൻ ഇപ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല. ഇതിനിടെ പക്ഷാഘാതമുണ്ടായി. ഭാര്യയുടെ രോഗാവസ്ഥയിലും അവർ വേദന അനുഭവിക്കുന്നതിലും ഭാസുരാംഗന് വലിയ ദുഃഖമുണ്ടായിരുന്നുവെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത്. ചികിത്സയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രയാസം കൂടി ഏറിയതാവാം ഭാസുരാംഗനെ കടുങ്കൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് ഉറ്റവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.